ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനോട് ആമസോൺ പ്രൈം ഒരു പുതിയ റിലീസ് ഡേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു റിലീസ് ഡേറ്റ് എത്രയും വേഗം KVN പ്രൊഡക്ഷൻസ് അനൗൺസ് ചെയ്യണമെന്നാണ് ആമസോൺ പ്രൈമിൻ്റെ ആവശ്യം. അല്ലാത്ത പക്ഷം ആമസോൺ പ്രൈം ഈ ഡീലിൽ നിന്നും പിന്മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. തമിഴ് സിനിമാ മേഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന OTT ഡീലാണ് ആമസോൺ പ്രൈം ജനനായകന് വേണ്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 131 കോടി രൂപയാണ് ആമസോൺ പ്രൈം ഈ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇത് സ്ട്രീം ചെയ്യാൻ വേണ്ടി, ഈ സിനിമ സ്ട്രീം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ, കോടതി കേസ്, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, പിന്നെ അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോയത്, ഇതെല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഈ ജനനായകൻ ജനുവരി 9 റിലീസിനെത്തുമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴിതാ മാർച്ച് 12 ആയിരിക്കുന്നു. ഏകദേശം 2 മാസവും 3 ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്നു ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റിൽ നിന്നും ഇത്രയും നാളുകളായിട്ട്. ഇതുവരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റുകൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് റിവൈസിംഗ് കമ്മിറ്റി, സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കാണാമെന്ന് മാർച്ച് 9 തീരുമാനമെടുത്തെങ്കിൽ പോലും ആ തീരുമാനത്തിൽ നിന്ന് മാറുകയായിരുന്നു. 9 ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് റിവൈസിംഗ് കമ്മിറ്റി തയ്യാറായിട്ടില്ല. കാരണം അതിലൊരു അംഗത്തിന് വയ്യായിക എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ കാണാതെ പോയത്. അപ്പോൾ ഇനി എന്നാണ് റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കാണുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഡേറ്റോ ധാരണയോ ഒന്നുമില്ല. ഈ സിനിമയുടെ റിലീസ് ജനുവരി 9 മാറ്റിവെച്ചപ്പോൾ മുതൽ ഇതിൻ്റെ ആമസോൺ പ്രൈം ഉൾപ്പെടെ കേസിന് നീങ്ങാനുള്ള സാധ്യതകൾ അപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സമവായ ചർച്ചകൾ, അന്വനയ ശ്രമങ്ങൾ ഇതെല്ലാം ഈ നിർമ്മാതാക്കളും OTT ഡീലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത് കൂടുതൽ വഷളായി ഏകദേശം 63 ദിവസങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈമും KVN പ്രൊഡക്ഷൻസും തമ്മിൽ ഇങ്ങനെ ഒരു ചെറിയ ക്ലാഷിലേക്ക് എത്തുന്നത്. ചെറിയ ക്ലാഷായിട്ട് കൂട്ടാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഡീലിൽ നിന്ന് തന്നെ ആമസോൺ പ്രൈം മാറും. നമുക്കറിയാം ജനനായകൻ വിജയുടെ അവസാനത്തെ സിനിമയാണ്. അവസാനത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ഹൈപ്പും അതനുസരിച്ചുള്ള റെക്കോർഡ് ബ്രേക്കിംഗ് ഡീലുകളുമായിരുന്നു പല OTT പ്ലാറ്റ്ഫോംസിൽ നിന്നും ഉണ്ടായത്. നെറ്റ്ഫ്ലിക്സും ആമസോണും ലാസ്റ്റ് മിനിറ്റ് ചർച്ചകൾക്ക് വരെ ഉണ്ടായിരുന്നു. പക്ഷേ 131 കോടിയോളം രൂപ തമിഴ് സിനിമാ മേഖലയിൽ ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോംസും ഇത്രയും പൈസ മുടക്കി ഒരു സിനിമ സ്വന്തമാക്കിയിട്ടില്ല. അവിടെ നിന്നുകൊണ്ടാണ് ആമസോൺ ഈ ഒരു റെക്കോർഡ് ഷാട്ടറിംഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു തുക കൊടുത്തുകൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയത്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല പോയത്. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നാൾ വഴികൾ മുഴുവൻ നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്, ചരിത്രങ്ങൾ മുഴുവൻ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ ഈ സിനിമ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ഇതേ സിനിമയുടെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ് ടോക്സിക് എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ. ആ സിനിമ മാർച്ച് 19 റിലീസിന് എത്തേണ്ടതായിരുന്നു. എന്നാൽ ആ സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂൺ 4 തള്ളപ്പെട്ടു. അങ്ങനെ KVN പ്രൊഡക്ഷൻസ് വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആമസോൺ പ്രൈം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തമിഴ് സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഡീലാണ് ഒറ്റയടിക്ക് മാറാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ OTT ഡീൽ വരും. അത് ഇത്രയും വലിയ തുകയുമായിരിക്കില്ല. കാരണം ഇത്രയും പ്രതിസന്ധിയിലൂടെ ഈ സിനിമ പോകുന്നത് കൊണ്ട് തന്നെ. മാത്രമല്ല, ഈ സിനിമ റിലീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 63 ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ പ്രോമിനൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 8 ദിക്കിൽ നിന്നും പ്രതിസന്ധികളാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒന്ന് റിലീസ് ഡേറ്റ് കിട്ടുന്നില്ല, ഒന്ന് സെൻസർ ബോർഡുമായിട്ടുള്ള വിഷയം, പിന്നെ വിജയുടെ രാഷ്ട്രീയ പ്രശ്നം, KVN പ്രൊഡക്ഷൻസിൻ്റെ പ്രശ്നം, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ പ്രശ്നവും കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമാണ്. കാരണം സെൻസർ ബോർഡുമായിട്ടുള്ള കേസിൻ്റെ തർക്കത്തിൽ തന്നെ ആമസോൺ പ്രൈമുമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഉടനെ തന്നെ ഒരു റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് നടത്താമെന്ന സാഹചര്യത്തിൽ നിന്നാണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ ഡേറ്റ് വീണ്ടും മാറ്റിയത്. ആമസോൺ പ്രൈമിന് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു, അത് വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് കൃത്യമായിട്ടൊരു സഡൻ ബ്രേക്ക് ആമസോൺ പ്രൈം ജനനായകൻ ടീമിനെതിരെ ഇടുന്നത്. ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ, ഇനി ആമസോൺ മാറുകയാണെങ്കിൽ പകരം ആര് വരുമെന്ന നിർണായകമായ ചോദ്യമുണ്ട്. ഇനി പകരം ആര് വരുന്ന ചോദ്യത്തിന് മുമ്പ് തന്നെ ഒരു റിലീസ് ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണമല്ലോ. സ്വാഭാവികമായിട്ട് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യാണ്ട് ഒരു OTT പ്ലാറ്റ്ഫോമുകളും ഒരു സിനിമയും തയ്യാറെടുക്കില്ല. കാരണം അതനുസരിച്ചാണ് അവർ ഓരോ സിനിമകളും മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അനിശ്ചിതമായി നീണ്ടു നിൽക്കുന്ന ഈ സിനിമയുടെ റിലീസിന് എന്ന് അവസാനം ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ മാത്രമേ ആമസോൺ പ്രൈം പിന്മാറിയാൽ പകരം ഏത് OTT പ്ലാറ്റ്ഫോം വരുമെന്നുള്ള ചോദ്യം കൂടെ നിൽക്കുകയുള്ളൂ. എന്നാലും ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസിലേക്ക് പോകുന്നില്ല എന്നത് വ്യക്തമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി തിയേറ്ററിൽ ഇത് എന്നിറങ്ങും അതറിയണമെങ്കിൽ സെൻസർ ബോർഡ് ഈ സിനിമ കാണണം, റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കാണണം. എന്ന് പോലുള്ള ചോദ്യത്തിന് പോലും ഒരു മറുപടി നിൽക്കുന്നില്ലാത്ത ഘട്ടത്തിൽ ആമസോൺ പ്രൈമിന് പിൻവാങ്ങുക എന്നല്ലാതെ മറ്റു വഴികളില്ല എന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ ആമസോൺ പ്രൈം ഒരു തീരുമാനമെടുക്കുന്നത്. KVN പ്രൊഡക്ഷൻസ് ഉത്തരമില്ലാതെ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.